നമ്മളെ മുടി കറുപ്പിക്കാനുള്ള ഹെന്നയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അതിന് ഹെന്ന ചെയ്താൽ മുടി ചുവപ്പ് കളറുണ്ടാവുക. പക്ഷേ ഞാൻ ഹെന്നയും ചെയ്യുന്നുണ്ട്, അതിനുശേഷം ഞാൻ നീലയാമരിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഹെന്ന എടുക്കാൻ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാൻ ഒരു പാക്ക് ഹെന്ന മുഴുവൻ എടുക്കുന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു പ്രാവശ്യമില്ല, റിപ്പീറ്റ് ചെയ്ത് 3 പ്രാവശ്യം നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് മുടിയുള്ളൂ, അപ്പോൾ ഒരു പാക്ക് മതി. ഇത് ഞങ്ങളെ കടയിൽ നിന്ന് കിട്ടുന്നതാണ്, ഇത് ഒറിജിനൽ സാധനമാണ്. ഇത് ഒരു കടക്കാരൻ കൊണ്ടുവരുന്നതാണ്, ഒറിജിനൽ സാധനമാണ്. അവർ പല സ്ഥലങ്ങളിലായിട്ട് ഇല കളക്ട് ചെയ്തും കണ്ട് അവരെന്നെ ഉണക്കി കണ്ട് പൊടിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഹെന്ന ഉപയോഗിച്ചിട്ടുണ്ട്. ഹെന്ന ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ശരിക്കും ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിൽ നമ്മൾ ഇന്ന് രാവിലെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തലേന്ന് രാത്രി നമുക്ക് ഇത് ഹെന്നയാക്കി വെക്കാം കേട്ടോ. അങ്ങനെയാണ്. അപ്പം കുറച്ചും കൂടെ ഒരു ഇതുണ്ട്. അങ്ങനെ ഇന്ന് തേക്കണം എന്ന് വിചാരിച്ചതല്ല, പിന്നെ പെട്ടെന്ന് നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഒരു വീട്ടിൽ കൂടുതൽ പെട്ടെന്ന് വന്ന് വിളിച്ചതാണ് ഞങ്ങൾ കുടുംബക്കാർ. അപ്പോൾ ഒന്ന് ഹെന്ന ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് വരുന്നത് നല്ലതാണ്. പക്ഷേ എൻ്റെ അടുത്ത് ഒരു കോഴിമുട്ട ഇല്ല. ഇത് നമ്മൾ അധികമായത് ഇത് ചായപ്പൊടിയും പഞ്ചസാരയും ചായപ്പൊടിയും കാപ്പിപ്പൊടിയും ഇട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം ഞാൻ 1.5 ഗ്ലാസ് ആക്കി മാറ്റിയതാണ് കേട്ടോ. അത് നമുക്ക് ഈ എണ്ണയിലേക്ക് കുറച്ച് ഉപയോഗിച്ചത് കറക്റ്റ് പാകമാവണം, അല്ലെങ്കിൽ തലേന്ന് കൂട്ടാൻ ഒഴിച്ചിറങ്ങും. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ ആയിട്ടുണ്ട്. ഇത് ഞാൻ ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് പറഞ്ഞാൽ നല്ലതാണ് കേട്ടോ. ഇത് ഞാൻ തലയിൽ തേക്കാൻ പോവാണ്. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ ഹെന്ന കഴുകി കളഞ്ഞു കേട്ടോ. ഇനി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് നീലയമരിയാണ്. അപ്പോൾ നീലയമരി കലക്കുമ്പോൾ അത്യാവശ്യത്തിനുള്ള മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. എനിക്ക് ഇത്ര മതി. എന്താ വെച്ചാൽ എൻ്റെ മുന്നിലുള്ള മുടി മാത്രമാണ് ഇത്തിരി കളർ ചേഞ്ച് വന്നത്. അപ്പോൾ എനിക്ക് അതിലേക്ക് മാത്രം ഇച്ചിരി മതി. പിന്നെ നമ്മൾ വീണ്ടും ഉപയോഗിക്കാമെന്ന് വിചാരിച്ച് കണ്ട് കലക്കി ഒരിക്കലും വെക്കരുത്. കാരണം ഇത് കലക്കി വെച്ചപാട് നമ്മൾ തലയിൽ തേക്കണം. പക്ഷേ ഇത് ഹെന്ന അങ്ങനെ വേണമെന്ന് ആവശ്യമില്ല. ഇത് ഒരു കോഴിമുട്ട ഇട്ടും കണ്ട് ഒരു രാത്രി മുഴുവൻ വെച്ചിട്ട് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ കലക്കി വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ എടുത്ത് കോഴിമുട്ട ഇതിലേക്ക് ചേർത്തിട്ട് കുറച്ച് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് തേക്കുന്നത് അത്രയും നല്ലതാണ്. പക്ഷേ ഇത് നമ്മൾ വേഗം തന്നെ തലയിൽ തേക്കണം കലക്കി കഴിഞ്ഞാൽ. ഇത് ഞാനിത് തിളപ്പിച്ച അറിയ വെള്ളമുണ്ട് ഇതിന് ഉപയോഗിക്കുന്നത്. ഇതിന് ചായപ്പൊടി വെള്ളമല്ല എടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതേ നമ്മൾ ഇൻഡിക്കോ തന്നെ നീലമരി പൊടി നമ്മൾ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അതുപോലെ തന്നെ നമ്മുടെ നേരെ എവിടെയാണുള്ളത് അവിടെ തേക്കാം, അല്ലെങ്കിൽ മൊത്തമായി തേക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ തലയിൽ പിടിപ്പിച്ച് ഇതേമാതിരി തന്നെ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ കഴുകി കളഞ്ഞിട്ട് മുടി നന്നായിട്ട് തുടയ്ക്കണം. സ്വല്പം വെള്ളം നിന്നാലും കുഴപ്പമില്ല. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും തലയിൽ മൈലാഞ്ചിപ്പൊടി 1/2 മണിക്കൂർ തേച്ച് പിടിപ്പിച്ച് കഴുകി കളഞ്ഞിട്ട് വീണ്ടും നീലയമരിപ്പൊടി 1/2 മണിക്കൂർ മൈലാഞ്ചിപ്പൊടി വെച്ചതിന് ശേഷം വീണ്ടും നീലയമരിപ്പൊടി തേച്ച് തലയിൽ പിടിപ്പിക്കുക 1/2 മണിക്കൂർ. അതിനുശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യാം, ഈ നീലയമരിപ്പൊടി കഴുകി കളഞ്ഞതിന് ശേഷം വീണ്ടും മൈലാഞ്ചിപ്പൊടി 3ാം തവണയും തേച്ച് പിടിപ്പിച്ച് കഴുകി കളയുക. അതിനുശേഷം 3ാം തവണയും ഇതേമാതിരി റിപ്പീറ്റ് ചെയ്തിട്ട് ഇൻഡിക്ക പൗഡറും പൊടിയും തലയിൽ തേച്ച് പിടിപ്പിക്കുക. അങ്ങനെ ഒരു ദിവസം 3 തവണയോ അല്ലെങ്കിൽ രാവിലെ തേച്ച് വൈകുന്നേരം തേച്ച് പിന്നെ പിറ്റേ ദിവസം രാവിലെ തേച്ച് കളയുക. അങ്ങനെ 3 പ്രാവശ്യം എങ്ങനെയായാലും ഒരു ദിവസമോ ഇടവിട്ട ദിവസമോ തേച്ച് പിടിപ്പിക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടി നന്നായി കറുപ്പായി നിൽക്കും. അപ്പോൾ കെമിക്കലുകളൊന്നും ഇല്ലാതെ ഡൈ ആകും. പിന്നെ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ടോ 1.5 ആഴ്ച കഴിഞ്ഞിട്ടോ പിന്നെ തേക്കുകയാണെങ്കിൽ ഒരു പ്രാവശ്യം മൈലാഞ്ചിപ്പൊടിയും കലക്കി തേക്കുന്നത്, പിന്നെ ഒരു പ്രാവശ്യം നീലയമരി പൊടി കലക്കി തേച്ചാലും മതി. 3 പ്രാവശ്യം തേക്കണമെന്നില്ല. പക്ഷേ നമ്മൾ ആദ്യം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുടി കറുപ്പാണെങ്കിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് 3 പ്രാവശ്യം തലയിൽ തന്നെ തേച്ച് പിടിപ്പിക്കണം. എന്നാലേ നമ്മുടെ മുടിയൊക്കെ കറുത്ത് കിട്ടുള്ളൂ. പിന്നെ 1.5 ആഴ്ചയൊക്കെ കഴിഞ്ഞ് 1.5 ആഴ്ച 10-15 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു പ്രാവശ്യം തേച്ച് പിടിപ്പിച്ചാൽ മതി. ഇതാണ് ശരിയായ രീതിയിൽ നമ്മുടെ മുടി കറുക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം. അപ്പോൾ അത്രയൊക്കെ വീഡിയോ തെറ്റാ.